നമസ്കാരം. ഛത്തീസ്ഗഡിൽ ബജറംഗ് ദൾ പ്രവർത്തകർ ബി.ജെ.പി. ഗവൺമെന്റിന്റെ സഹായത്തോടെ 2 സന്യാസിനിമാരെ അനധികൃതമായി അറസ്റ്റ് ചെയ്യുകയും കള്ളക്കേസെടുത്ത് പീഡിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ആയൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. ചങ്ങനാശ്ശേരി അതിരൂപത കൊല്ലം ആയൂർ ഫറോനയിലെ വിശ്വാസി സമൂഹം ഒന്നടങ്കമാണ് ഇന്ന് പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത്. മനസാക്ഷിയില്ലാതെ അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കണമെന്ന് വിശ്വാസി സമൂഹം ഒന്നടങ്കം ആവശ്യപ്പെട്ടു. കൊല്ലമായൂർ ഫറോനയിലെ 20 പള്ളികളിൽ നിന്നുള്ള പ്രതിനിധികളും വൈദികരും സന്യസ്തരും വിശ്വാസികളും വൈകിട്ട് 5 മണിക്ക് ആയൂർ ക്രിസ്തുരാജ് ഫറോന പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച ശേഷമാണ് ആയൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. മതന്യൂനപക്ഷമായ ക്രൈസ്തവ ജനതയെ അപമാനിക്കുന്ന സംഭവത്തിൽ പ്രധാനമന്ത്രി അടിയന്തിരമായി ഇടപെടണമെന്ന് ആവശ്യമുയർന്നു. ഫറോനയിലെ 20 ഇടവകകളിൽ നിന്നുള്ള വൈദികർ, കന്യാസ്ത്രീകൾ, വിശ്വാസികൾ എന്നിവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു. മത തീവ്രവാദങ്ങൾക്കെതിരെ ക്രൈസ്തവരുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം വരുന്ന ആളുകളിൽ സംഘടിപ്പിക്കുമെന്നും അതിന്റെ പ്രതിഫലനം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഭരണാധികാരികൾ തിരിച്ചറിയുമെന്നും പ്രതിഷേധ യോഗം മുന്നറിയിപ്പ് നൽകി. സ്ത്രീജനങ്ങളെ, വൃദ്ധരായ മാതാപിതാക്കളെ, ഭിന്നശേഷിക്കാരായ മുതിർന്നവരെ, ഭിന്നശേഷിക്കാരായ കുട്ടികളെ, അങ്ങനെ ഒരുപാട് സമൂഹത്തിൽ ഒന്നുമല്ലാത്ത മനുഷ്യരെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കുവാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ദൈവമക്കൾ നടത്തുന്ന 117 സ്ഥാപനങ്ങൾ, സ്നേഹത്തിന്റെ കൂടുകൾ നമുക്കുണ്ട്. ഈ സ്നേഹത്തിന്റെ കൂടുകളിൽ, ഈ 117 സ്ഥാപനങ്ങളിൽ 90% സേവനം ചെയ്യുന്നവർ നമ്മുടെ ബഹുമാനപ്പെട്ട സന്യാസിനിമാരാണ്. ഈ സമൂഹത്തിൽ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകുവാൻ, ഈ സമൂഹത്തിൽ ഒന്നുമല്ലാത്തവരെ എന്തെങ്കിലുമൊക്കെ ആക്കുവാൻ വീടും കൂടും ബന്ധുമിത്രാദികളെയും, എന്തിന് മാതാപിതാക്കളെയും, എന്തിന് ഒരു സുഖമായിരുന്ന ജീവിതം പോലും മാറ്റിവെച്ച് നമ്മുടെ കുറവുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ നമ്മുടെ ഈ സന്യാസികൾ നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോ കേവലം കള്ളക്കേസുകൾ ഉണ്ടാക്കി മനുഷ്യക്കടത്തിന്റെയും മതപരിവർത്തനത്തിന്റെയും മേൽ എവിടെയൊക്കെയോ അകലങ്ങളിൽ നിന്ന് കിരാതങ്ങൾ സ്വപ്നം കണ്ട് നമ്മുടെ ഈ പാവപ്പെട്ട അമ്മമാരെ ജയിലിൽ അടച്ചു സൂക്ഷിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ഈ വലിയ ദൈവജനത്തിൽ ഒരു ചെറിയ ശതമാനം മാത്രമേ തിരുവസ്ത്രം അണിഞ്ഞിട്ടുള്ള പാവപ്പെട്ട സന്യാസികൾ ഇപ്പോൾ ഇവിടെയുള്ളൂ. ബഹുമാനപ്പെട്ട അമ്മമാരെ, ഞങ്ങളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന വൈദികര്, ഞങ്ങളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ഈ പുരുഷന്മാര്, ഞങ്ങളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ സഹോദരിമായ അമ്മമാര്, പെങ്ങന്മാര്, കുഞ്ഞുങ്ങള്, ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ തിരുസഭയുടെ മക്കളാണ്. നിങ്ങൾ അനാഥരല്ല. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ്. നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയമുള്ളവരാണ്. ഞങ്ങളിൽ കുറവുള്ളവരെ, ഞങ്ങളുടെ ശബ്ദമില്ലാത്തവരെ, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുറവുള്ളവരെ, സമൂഹത്തിൽ മാറ്റിപ്പെട്ടവരെ ഒക്കെ ശുശ്രൂഷിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുറപ്പെട്ടു പോയിരിക്കുന്നവരാണ് ഞങ്ങൾ. വീട് വിട്ടു പോയിരിക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ അനാഥരല്ല, സനാഥരാണെന്നും നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് ഈ പുരുഷാരം ഇന്ന് നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. വളരെ മോശമായ രീതിയിൽ, ഒരിക്കലും ഒരു ഭരണകൂടം ചെയ്തുകൂടാത്ത രീതിയിൽ, വളരെ മോശമായ നിഷ്ഠൂരമായ രീതിയിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട 2 അമ്മമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചങ്ങനാശ്ശേരി രൂപതയുടെ കൊല്ലം ആയൂർ ഫറോനയിലെ പ്രിയപ്പെട്ട ദൈവജനങ്ങളായ നാം ഇന്നിവിടെ ഈ ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ 2%, 3% വരുന്ന ക്രിസ്ത്യാനികൾ മാത്രമാണ് ഉള്ളതെന്ന രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ പല ന്യൂനപക്ഷ സമൂഹങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവർക്കാർക്കുമെതിരെ ഇതുവരെ ഒരു സംഭവങ്ങൾ ഇങ്ങനെ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യം നാം ഓർക്കണം. എന്തുകൊണ്ട് അത് നടക്കുന്നില്ല? നമ്മൾ യേശുക്രിസ്തുവിന്റെ അനുയായികളാണ്. നമ്മൾ ഒരു കർണത്തടിച്ചാൽ മറുകർണം കൂടി കാണിച്ചു കൊടുക്കണമെന്ന യേശുവിന്റെ സദ്വചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ പാതയിലൂടെ സഞ്ചരിക്കുന്ന നമ്മൾ, പ്രിയമുള്ളവരെ, നിങ്ങൾ ഓർക്കണം, ഇത് മറ്റേതെങ്കിലും ഒരു ന്യൂനപക്ഷ സമൂഹത്തിനെതിരായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ അവസ്ഥ ഇതായിരിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഞങ്ങൾ അങ്ങേയറ്റം താഴ്മയോടും ഏറ്റവും എളിമയോടും കൂടി നിങ്ങളോട് ഞങ്ങൾക്ക് ഒന്നേ പറയുവാനുള്ളൂ, ഞങ്ങൾ ദൈവത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നു, ഞങ്ങൾ ആ മാർഗത്തിൽ ചരിക്കുന്നു.